അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വന്നാൽ 3 ലക്ഷം സ്വർണ്ണ നാണയങ്ങളെ ചെലവാക്കി ഒരു ചക്രവർത്തി മൗലിദ് കഴിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ കേട്ടോളൂ, ഇറാഖിലെ ഇർബൽ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു രാജാവ്, പേര് അബൂ സഈദുൽ കൗക്കബരി എന്നാണ്. മുളഫർ രാജകുടുംബത്തിൽപ്പെട്ട ഒരു രാജാവാണ്. അദ്ദേഹം പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വന്നാൽ ഓരോ മാസവും മുത്തു നബിയുടെ പേരിൽ കഴിക്കുന്ന മൗലിദിന് ചെലവാക്കുന്നത് 3 ലക്ഷം ദീനാറുകളായിരുന്നു, സ്വർണ്ണ നാണയങ്ങളായിരുന്നു. 5000 ആടുകൾ, 10,000 കോഴികൾ, 1,30,000 വിവിധ രീതിയിലുള്ള മധുര ഫലഹാരങ്ങളുടെ പാത്രങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ വലിയ ലോകത്ത് തന്നെ അത്ഭുതം സൃഷ്ടിച്ച ഒരു മൗലിദ് ഏകദേശം 850 വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നോ ഇന്നലെയോ അല്ല. എന്നാൽ ആ മൗലിദിന് ഒരുമിച്ച് കൂടിയിരുന്നത് വലിയ ആലിമീങ്ങളും, അക്കാലത്ത് വലിയ പ്രഗത്ഭരായ ആലിമീങ്ങളും പണ്ഡിതന്മാരും അതുപോലെ സൂഫികളും പാവപ്പെട്ടവരും ഒരുമിച്ച് കൂടിയ സദസ്സ്. എല്ലാവർക്കും നല്ല നിലക്കുള്ള ഭക്ഷണങ്ങളും സമ്മാനങ്ങളും ഹദിയകളും നടത്തി മുത്തുനബിയുടെ പേരിലുള്ള മൗലിദ് കഴിക്കാറുണ്ടായിരുന്നു ആ രാജാവ്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തെ സംബന്ധിച്ച് പിൽക്കാലമുള്ള പണ്ഡിതന്മാർ പറയുന്നത് വലിയ മഹത്വങ്ങളാണ്. കന ആഖിലൻ ആലിമൻ ആദിലൻ റഹിമഹുല്ലാഹ് എന്നുവരെ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാകുന്ന ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വലിയ ആലിമാണ്, പണ്ഡിതനാണ്, ബുദ്ധിയുള്ള ആളാണ്, നീതിമാനാണ്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു. ഇമാം സുയൂത്തി അടക്കം ഒരുപാട് പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ മദ്ഹ് പറഞ്ഞിരുന്നു. മുത്തുനബിയുടെ പേരിൽ മൗലിദ് കഴിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വലിയ പ്രതിഫലമുണ്ടെന്നും അദ്ദേഹം മഹാനാണെന്നും ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെ ഒരു ആലിമും അദ്ദേഹത്തെ എതിർത്തിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള മൗലിദാണ് ബഹുമാനപ്പെട്ട മുളഫർ രാജാവ് കഴിച്ചത്. മാത്രമല്ല, ഇബ്നു ദിഹിയ എന്നവറുകൾ അദ്ദേഹത്തിന് ഒരു മൗലിദിൻ്റെ കിതാബുണ്ടാക്കി തന്നെ കൊടുത്തു. അത്തൻവീർ ഫി മൗലിദിൽ ബഷീരിൻ നദീർ എന്ന പേരിൽ മൗലിദ് കിതാബ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ഈ രാജാവ് 1000 ദീനാറുകൾ സ്വർണ്ണ നാണയങ്ങൾ ഹദ്യ കൊടുത്തു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഇദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം നോക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും കുറഞ്ഞ കേവലം 5 വെള്ളി നാണയങ്ങൾ കൊടുത്താൽ വരെ കിട്ടുന്ന ഖമീസായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പലപ്പോഴും അദ്ദേഹത്തെ ആക്ഷേപിക്കാറുണ്ടായിരുന്നു ഇക്കാര്യം പറഞ്ഞ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? അദ്ദേഹം പറഞ്ഞത്, ഈ നല്ല ഖമീസ് ധരിക്കുന്നതിന് പകരം ചുരുങ്ങിയ വിലക്കുള്ള, ഔറത്ത് മറക്കുന്ന പോലത്തെ ചുരുങ്ങിയ വിലക്കുള്ള ഖമീസ് ധരിച്ച് ബാക്കിയുള്ള പണം പാവപ്പെട്ടവർക്ക് സദഖ കൊടുത്താൽ അത് ഹൈറാനല്ലോ, അത് ഉത്തമാനല്ലോ എന്നായിരുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മോമിനീങ്ങളെ, മുത്തുനബിയുടെ പേരിൽ കഴിക്കുന്ന മൗലിദ് അതിന് എത്ര ചെലവാക്കിയാലും അള്ളാഹിൻ്റെ അടുക്കൽ വലിയ ബഹുമാനമാണ്, പവറാണ് അള്ളാഹു നൽകുന്നത്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, സമ്മാനം കൊടുക്കുക, ഹദിയ കൊടുക്കുക, ആലിമീങ്ങളെ ബഹുമാനിക്കുക, മുത്തുനബിയുടെ മൗലിദിൻ്റെ പേരിൽ ഇത്രയ്ക്ക് നടത്തുന്നത് അത് അള്ളാഹിൻ്റെ അടുക്കൽ വലിയ പവർ കിട്ടാനുള്ള, പ്രശസ്തി കിട്ടാനുള്ള, ബഹുമാനം കിട്ടാനുള്ള കാരണമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് മരണം വരെ മുത്തുനബിയെ ബഹുമാനിച്ച് സ്നേഹിച്ച് അവിടുത്തെ മദ്ഹുകൾ ചൊല്ലി സ്വലാത്ത് ചൊല്ലി മൗലിദ് ഓതി ജീവിക്കാൻ പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാം.